മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. 90% സിവിൽ ജോലി പൂർത്തിയായി. നിലവിൽ റെഗുലേറ്ററിനോട് ചേർന്നൊരുക്കുന്ന സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. റെഗുലേറ്ററിൻ്റെ മുകൾ ഭാഗത്തേക്ക് 260 മീറ്റർ ദൂരം വരുന്ന സംരക്ഷണ ഭിത്തിയുടെ 60 മീറ്റർ ദൂരം നിലവിൽ പൂർത്തിയായി. താഴ്ഭാഗത്ത് 51 മീറ്റർ ദൂരത്തിലാണ് ഭിത്തി ഒരുക്കുക. ഇതിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ റെഗുലേറ്ററിൻ്റെ തൂണുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിക്കും. മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിൻ്റെ മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയൂ. എന്നാൽ മെക്കാനിക്കൽ ജോലികൾ ഏറ്റെടുത്ത ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി നിലവിൽ ഒരു പ്രവർത്തനവും ആരംഭിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. ഷട്ടർ ഘടിപ്പിക്കൽ, മോട്ടോർ, നടപ്പാത നിർമ്മാണം, വാച്ച് റൂം ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക. 265 മീറ്റർ നീളമുള്ള റെഗുലേറ്ററിന് മുകളിൽ 1.5 മീറ്ററോളം വീതിയിൽ നടപ്പാതയും ഒരുക്കും. 35 കോടി രൂപ ചിലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിച്ചത്. മാർച്ച് മാസത്തോടെ റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരാർ കമ്പനിയുടെ പ്രതീക്ഷ. NCV ന്യൂസ്, തൃത്താല. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.